ഹായ് എവരിബഡി. ഞാനേ ഇന്ന് വളരെ സീരിയസ് ആയൊരു മാറ്റർ, അതായത് നിങ്ങളെയും കൂടി സഹായം ആവശ്യമുണ്ട്. ഇത് ആത്മാർത്ഥമായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്നവർ സപ്പോർട്ടും കൂടി ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സാധാരണ ഒരു സർക്കാർ ജീവനക്കാരിയാണ്. ഗസറ്റഡ് ഒന്നുമല്ല, സാധാ, തീരെ താഴെയുമല്ല വളരെ മേലെയല്ല, ഒരു മീഡിയം ലെവലിലൊരു സർക്കാർ ജീവനക്കാരിയാണ്. അപ്പോൾ ഈ ഇപ്പം ഭരിക്കുന്നവരോ മുന്നേ ഭരിച്ചവരോ ഒരുത്തൻ്റെ ഔദാര്യം കൊണ്ട് സർവീസ് കയറിയാളല്ല. പിന്നെ ഇനി പറയാനുള്ളത്, കേരള സംസ്ഥാനത്തിലെ MP സിനിമയിൽ അഭിനയിക്കുന്നു, കേരള സംസ്ഥാനത്തിൻ്റെ മന്ത്രി സിനിമയിൽ അഭിനയിക്കുന്നു, കേരള സംസ്ഥാനത്തിലെ ഒരു കളക്ടർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അവർ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, കുട്ടികളെ കൂടെയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് പോലീസ്, ഫയർ സർവീസ്, എക്സൈസ്, അങ്ങനെ പലരും. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്ന മുന്നത്തെ ശൈലജ ടീച്ചറുടെ കെയർ ഓഫിൽ ഒരു നിപ്പ അപകടം പറ്റി നമ്മളോട് ഇവിടെ പറഞ്ഞ, വളരെ നമ്മൾ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്ന, ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റർ ഹസ്ബൻഡിന് ശൈലജ ടീച്ചർ ജോലി വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. സർക്കാർ സർവീസിലിരിക്കുന്ന പലരും അവരെ ഭാര്യേൻ്റെ പേരിലും അവരെ ബന്ധുക്കളെ പേരിലും പല അഴിമതിയും ഇവിടെ നടത്തുന്നുണ്ട് കേരളത്തിൽ. ഇവരെ പേരിലല്ല എന്നുള്ളതാണ് ഇവർ കാണുന്ന ഒരു പ്ലസ് പോയിന്റ്. അപ്പം ഞാനൊരു അഴിമതി നടത്തുന്നില്ല. എന്നെ എൻ്റെ നാട്ടിലെ പാർട്ടിക്കാരും നാട്ടുകാരും, ഞാൻ 3 സ്ഥാപനത്തിൽ മാറി മാറി ജോലി ചെയ്തപ്പോൾ ഭർത്താവില്ല എന്നുള്ളതിൻ്റെ പേരിൽ നെഗറ്റീവ് മീനിങ് പറഞ്ഞിട്ടും സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയിട്ടും കാണുമോ വരുമോ തരുമോ എന്ന് ചോദിച്ച തെമ്മാടികളുടെ കൂട്ടത്തിൽ ഇത് തുറന്ന് പറയാൻ വേണ്ടി ഞാൻ 1 വർഷം മുന്നേ ഒരു ചാനൽ തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എൻ്റെ സ്ഥാപന മേലധികാരി എനിക്ക് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു. യൂട്രസ് റിമൂവ് ചെയ്ത് മൂത്രസഞ്ചി പുറത്ത് വന്ന് അമ്മ എൻ്റെ പ്രൊട്ടക്ഷനിലാണ്. ഞാൻ 30 വർഷമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ലേഡിയാണ്. ഞാൻ 22 വർഷത്തെ സർവീസിൽ സർക്കാർ സർവീസിൽ നിന്ന് വളരെ മോശമായ അനുഭവം നേരിട്ടൊരു സ്ത്രീ തന്നെയാണ്. ആരും ഈ ഗുഡ് സർട്ടിഫിക്കറ്റിന് വരരുത്. അപ്പോൾ നാട്ടുകാരുടെ അടുത്തൊന്നും നേതാക്കന്മാരുടെ അടുത്തൊന്നും അനുഭവിച്ചിട്ടുണ്ട് വിത്ത് എവിഡൻസ്. അപ്പോൾ തെമ്മാടിത്തരത്തിനൊരു പരിധിയുണ്ട്. ഞാൻ മാക്സിമം ക്ഷമിച്ചു. അപ്പോൾ ഞാൻ നിയമപോരാട്ടം തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ മേലധികാരിക്കെതിരെ. പിന്നെ ഇതിൽ വേറെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. 2 മാസം മുന്നേ എൻ്റെ ക്ലാസ്സിന് മുന്നിൽ, ഞാൻ ഇരിക്കുന്ന ടേബിളിൻ്റെ മുന്നിൽ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ട് യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ട് അവനെതിരെ ഇന്ന് വരെ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ അയാൾ എന്നെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന വീഡിയോ കൊടുത്തിട്ടും ഒരു തരത്തിലും ഇവർ നടപടി എടുത്തിട്ടില്ല. 2-3 ദിവസം മുന്നേ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുത്തു. അതിൻ്റെ 4 ഇരട്ടി ആരോപണങ്ങൾ വെച്ചിട്ട് എന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി. അപ്പോൾ ഈ ജോലി സ്ഥലത്തെ സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. അതിന് കൂട്ടുനിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് വീഡിയോ ആയിട്ട് വന്നത്, എന്ത് വില കൊടുത്തിട്ടും എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തേക്ക് പോകുന്നവരെ ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇനി മുതൽ എനിക്ക് ശമ്പളമൊന്നും ഉണ്ടാവില്ല. കാരണം ഈ അമ്മേനെ കളഞ്ഞിട്ട് എനിക്ക് ദൂരം പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള, അപ്പോൾ കാരണം 78 വയസ്സായി. പിന്നെ ഈ ആരോപണം മുഴുവൻ യൂട്യൂബിൻ്റെ പേരിലാണ്. യൂട്യൂബ് നടത്തുന്ന എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. എല്ലാ എവിഡൻസ് പേപ്പർ അടക്കം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ പേര് പറഞ്ഞിട്ട് ഇനി വിജിലൻസ് എൻക്വയറി, ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടി, അച്ചടക്ക നടപടി, ഒരു കാരണമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു പോകുന്ന വിധത്തിൽ എന്നെ ഒരാഴ്ച മുന്നേ കോളേജിൽ നിന്ന് എടുത്ത് പുറത്തിട്ടു. മേലധികാരി പുറത്തിട്ടു. അപ്പം ഒരുപാട് ആൾ, ഈ MP
മന്ത്രിയൊന്നും നെല്ലിനും അരിക്കും അല്ല സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ഈ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം. അപ്പം എന്നെ മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്ത്, സെക്ഷലി ഹരാസ്മെൻ്റ് ചെയ്ത്, എന്നെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച്, എന്നെ പിന്നെ ഉപദ്രവിച്ചൊരുത്തിന് വേണ്ടി എൻ്റെ മേലധികാരിയും വേറെ 2 പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, ഒരു സ്ത്രീ അടക്കം കൂട്ടുനിന്നിട്ടുണ്ട്. അപ്പോൾ അവരെ എനിക്ക് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വലിയ പ്രശ്നത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഈ 36,000 ഫോളോവേഴ്സിൽ എൻ്റെ വീഡിയോ കാണുന്ന, എന്നോട് താല്പര്യമുള്ള എല്ലാവരും എൻ്റെ നിയമ പോരാട്ടത്തിന് എന്നെ സഹായിക്കണം. കാരണം ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തിയ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് മുന്നേ ഇയാൾ മദ്യപിച്ചിട്ട് ക്ലാസ്സിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഏകദേശം ഒരു 57 ദിവസം ശമ്പളമില്ലാത്ത ലീവിലായിരുന്നു. അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സാലറി ഇല്ലാത്തൊരവസ്ഥയിലേ പോകുന്നു. അപ്പം ഇനിയും സാലറി ഇല്ല. കാരണം ഞാൻ കോഴിക്കോട് ജോയിൻ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഈ അമ്മേൻ്റെ പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് ക്ഷീണാവുന്നുണ്ട്. പകൽ ജോലിക്ക് പോകുന്നത് തന്നെ റിസ്ക്കാണ്, വെരി റിസ്ക്കി. അപ്പം എല്ലാവർക്കും അവരവരെ അമ്മയാണല്ലോ വലുത്. തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന് പൊളിറ്റിക്സ് കളിച്ച്, അന്ധമായ രാഷ്ട്രീയം കളിച്ച് ശല്യം ചെയ്യുന്ന മേലധികാരി, എന്നെ സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്ത പ്രതി, ഇവർക്ക് കൂട്ടുനിന്നവരൊക്കെ എനിക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ളൊരു വലിയ പോരാട്ടത്തിലേക്ക് ഇറങ്ങുവാണ്. വലിയ പോരാട്ടം, ലോകം അറിയുന്ന, കേരളം അറിയുന്ന ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങുവാണ്. അപ്പം എനിക്ക് അതിന് സാമ്പത്തിക ആവശ്യമുണ്ട്. ഞാനിപ്പം പുറത്താണുള്ളത്, ജോലിയിൽ നിന്ന് പുറത്താണുള്ളത്. പിന്നെ പോയി ജോലി ചെയ്ത് 140 കിലോമീറ്റർ വൺ സൈഡ് വരും. അവിടെ പോയി ജോലി ചെയ്ത് വരാനുള്ളൊരു ശേഷി ഈ അമ്മേനെ വെച്ചിട്ട് എനിക്കില്ല. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് നിയമ പോരാട്ടത്തിന് വേണ്ട, എൻ്റെ മുന്നോട്ടുള്ളൊരു നിയമ പോരാട്ടത്തിന് വേണ്ട, എൻ്റെ സത്യം തെളിയിക്കാനും എന്നെ സെക്ഷലി ഉപദ്രവിച്ചവർക്കെതിരെ എനിക്ക് നടപടി എടുക്കാനും വേണ്ട സാമ്പത്തിക സഹായം ചെയ്യണം. എനിക്ക് അതിനുള്ളൊരു വലിയൊരു കടമ്പയിലാണ് ഞാനുള്ളത്, ഒരു വലിയ പ്രശ്നത്തിൽ. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ 40,000 രൂപ കളഞ്ഞു, വേണ്ടി വന്നു, എവിടെ എത്തിയില്ല. അപ്പം കാരണം അത്രയും മാത്രം ചെയ്യാത്ത അലിഗേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിത് പബ്ലിക്കിൻ്റെ മുന്നിൽ തെളിയിച്ചേ പറ്റൂ. അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എൻ്റെ ഈ 36,000 ഫോളോവേഴ്സിൽ ശത്രുത ഇല്ലാത്തവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്യണം. ഗൂഗിൾ പേ നമ്പർ പിന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തരുന്നതാണ്. അങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തേ പറ്റൂ. ഞാൻ നിയമ പോരാട്ടത്തിലാണ് ഉള്ളത്. ആ ഒരു റിക്വസ്റ്റ് പറയാനാണ് വന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. എത്ര എന്നൊന്നുമില്ല, എൻ്റെ കൂടെ ഉണ്ടാവണം.